മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലില്ലാത്ത ഒരു രാജ്യം, മതം നിരോധിക്കപ്പെട്ട രാജ്യം, പുറം ലോകത്തിന് ഒരുപാട് വർഷങ്ങൾ നിഗൂഢമായിരുന്ന രാജ്യം. പറഞ്ഞു വരുന്നത് യൂറോപ്പിലെ നോർത്ത് കൊറിയ എന്നറിയപ്പെട്ടിരുന്ന അൽബേനിയയെക്കുറിച്ചാണ്. അൽബേനിയയുടെ ചരിത്രത്തിലേക്ക്, പ്രത്യേകതകളിലേക്ക് ഒരു യാത്ര നടത്താം. ബാൽക്കൺ പ്രദേശം എന്നറിയപ്പെടുന്ന അൽബേനിയ യൂറോപ്പിന്റെ തെക്കുകിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതാണ്. മോണ്ടെനെഗ്രോ, കൊസവോ, നോർത്ത് മെസിഡോണിയ, ഗ്രീസ് എന്നീ രാജ്യങ്ങളുമായാണ് അൽബേനിയ അതിർത്തി പങ്കിടുന്നത്. യൂറോപ്പിലെ ആദ്യത്തെ മുസ്ലിം രാജ്യവും എന്നാൽ ലോകത്തിലെ ആദ്യത്തെ നിരീശ്വരവാദികളുടെ രാജ്യവും അൽബേനിയയാണ്. 1976 ഇവിടെ മതം പൂർണ്ണമായും നിരോധിച്ചത്. അതിനുശേഷം ഇവിടെയുള്ളവർ ഏതു രീതിയിൽ മതം പിന്തുടർന്നാലും അതിനൊക്കെ കടുത്ത ശിക്ഷ കൊടുത്തിരുന്ന രാജ്യം കൂടിയാണ് അൽബേനിയ. ഏകദേശം 28 ലക്ഷമാണ് ഇവിടെയുള്ള ജനസംഖ്യ. ആർക്കും അറിയാത്ത ചില ചരിത്രങ്ങൾ കൂടി ഈ മണ്ണിനുണ്ട്. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഏകദേശം 40 വർഷത്തോളം അടഞ്ഞുകിടന്ന ഒരു യൂറോപ്യൻ രാജ്യം കൂടിയാണ് അൽബേനിയ. തൻ്റെ രാജ്യം വിട്ട് പുറത്തു പോകാൻ അനുവാദം ഇല്ലാതിരുന്നതുപോലെ തന്നെ പുറത്തു നിന്നുള്ള സഞ്ചാരികൾക്ക് വരാൻ നിയന്ത്രണങ്ങളുമുള്ള രാജ്യം. 1980കളിൽ നോർത്ത് കൊറിയയിലേക്ക് പോകുന്നതിനെക്കാട്ടിലും ബുദ്ധിമുട്ടായിരുന്നു അൽബേനിയയിലേക്ക് പോകാൻ തന്നെ കഴിയില്ല എന്ന് ചുരുക്കി പറയാം. ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയുടെ ഭരണത്തിന് കീഴിൽ 40 വർഷങ്ങളോളം പുറം ലോകത്തിന് നിഗൂഢമായി നിലനിന്നിരുന്ന ഒരു ചെറിയ പ്രദേശവും ജനങ്ങളും. ഒരു കാലത്ത് ലോകത്തിലെ 3ാമത്തെ ദരിദ്ര രാജ്യം കൂടിയായിരുന്നു അൽബേനിയ. പല സാമ്രാജ്യങ്ങളുടെ ഭരണത്തിന് കീഴിലായിരുന്നു അൽബേനിയ. 1970കളിൽ ഏറെ നിയന്ത്രണങ്ങൾക്കിടയിലും വളരെ ചുരുക്കം സഞ്ചാരികൾ ഇവിടെ എത്തുമായിരുന്നു. അവരുടെ വസ്ത്രങ്ങളിലും ഹെയർ സ്റ്റൈലിലും വളരെ കർശനമായ നിയമങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതനുസരിക്കാതെ വരുന്ന പുരുഷന്മാരുടെ താടിയും മുടിയും മുറിക്കുമായിരുന്നു. അതേപോലെ തന്നെ അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായ വസ്ത്രത്തോട് ചേർന്നതല്ല വരുന്ന സഞ്ചാരികളുടെ വസ്ത്രരീതിയെങ്കിൽ അതിലും കർശന നടപടി എടുക്കുമായിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ സ്കോട്ട്ലാൻഡ് ഫുട്ബോൾ ടീമിനെ ഒരു കാലത്ത് അൽബേനിയയിലേക്ക് കയറ്റിയിരുന്നില്ല. കാരണം സ്കോട്ടിഷ് ഫുട്ബോൾ ടീമിലെ പലർക്കും താടിയുണ്ടായിരുന്നു. അൽബേനിയയുടെ വടക്ക് ഭാഗം മലനിരകളും തെക്കുഭാഗം അഡ്രിയാറ്റിക് സമുദ്രവുമാണ്. തിറാന നഗരം തലസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ രാജ്യത്ത് പാർലമെന്ററി രീതിയിലുള്ള ജനാധിപത്യമാണ് നടക്കുന്നത്. മികച്ച രീതിയിലുള്ള സാമ്പത്തിക ശേഷിയുള്ള രാജ്യമെന്നതും അൽബേനിയയെ വ്യത്യസ്തമാക്കുന്നു. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സൗജന്യ ആരോഗ്യ പരിരക്ഷയും ഹൈസ്കൂൾ വഴി സൗജന്യ വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നുണ്ട്. ചെറിയ രാജ്യമാണ് അൽബേനിയയെങ്കിലും വളരെ തന്ത്രപ്രധാനമായ സ്ഥാനമാണ് അമേരിക്ക ഇവർക്ക് നൽകുന്നത്. റഷ്യയുമായുള്ള ബന്ധം വിച്ഛേദിച്ച ശേഷം മികച്ച പുരോഗതിയാണ് അൽബേനിയയ്ക്ക് കാലം നേടിക്കൊടുത്തത്.